സങ്കീർത്തന പുസ്തകം 91 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 10-11 വാക്യങ്ങൾ വേഗത്തിലെടുത്ത് വായിക്കണം. ആമേൻ. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എത്ര കവേർഡ് ആണ്, നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് തിരിച്ചറിയാൻ ഈ ടോപ്പിക്ക് പറയുന്നത്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നമ്മൾ എപ്പോഴും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വേർഡാണ് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അടുത്തത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ അനർത്ഥം വരാത്ത? എന്താ അനർത്ഥം വരാത്ത? അനർത്ഥം ഇല്ലാത്തത് കൊണ്ടല്ല. പ്രൈസ് ഗോഡ്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കാത്തതിന്റെ കാരണം അനർത്ഥമില്ലാത്തത് കൊണ്ടല്ല. ആ അനർത്ഥം നിന്റെ നേരെ വരാതിരിക്കുവാൻ, അത് നിന്റെ കൂടാരത്തെ തൊടാതിരിക്കുവാൻ, നിന്റെ ചില വഴിയല്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിശ്വാസിക്ക് കുറഞ്ഞത് 2 ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതൊക്കെ നമുക്ക് അറിയോ? അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് അത് തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എപ്പോഴാ ഈ ദൂതൻ ഉണരുന്നേന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പകലിൽ ദൂതനെ നമുക്ക് ഉറക്കാൻ പറ്റും, പക്ഷെ ദൂതനെ നമുക്ക് ഉണർത്താനും പറ്റും. പ്രൈസ് ഗോഡ്. ദൂതൻ ഉണരുന്ന സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ദൂതൻ ഉറങ്ങുമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾക്ക് വിട്ട ദൂതന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജോലി സ്ഥലത്തിരുന്ന് ഉറങ്ങും. പ്രൈസ് ഗോഡ്. ഇത് തന്നെയാ, ദൂതന് പണിയൊന്നും കൊടുത്തില്ലെങ്കിൽ ദൂതൻ എന്ത് ചെയ്യും? പാസ്റ്ററേ, ദൂതൻ ഉറങ്ങും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ ദൂതന്റെ സന്നിധിയിൽ ദൂതൻ എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നതെന്നൊക്കെ ദൈവജനം തിരിച്ചറിയണം. 91 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും. മക്കളെല്ലാം ഇവിടെ ശ്രദ്ധിച്ചോണം. മീഡിയയിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോഴും വചനം നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പം നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോൾ ഓർത്തോളണം, പ്രാർത്ഥിക്കുന്നവന്റെ, വീണ്ടും ജനനം പ്രാപിച്ചവന്റെ, വിശ്വസിക്കുന്നവന്റെ കൂട്ടത്തിൽ എപ്പോഴും ദൂതന്റെ സാന്നിധ്യമുണ്ട്. ദൂതന്റെ സാന്നിധ്യമുണ്ട്. സങ്കീർത്തനം 34 അതിന്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 34 അതിന്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ എന്ത് ചെയ്തു? അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും. എങ്ങനെയാ രക്ഷിച്ചേ? നമുക്ക് ആദ്യത്തെ വേർഡ് അറിയാം, പക്ഷെ രണ്ടാമത്തെ വേർഡ് എങ്ങനെയാ ഇത് നടന്ന, ഇതാരാ നടത്തിയെന്ന് നമുക്ക് അറിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, പക്ഷെ ഇതാരാ ഇത് ഈ പ്രാർത്ഥിച്ചതിന്റെയും ഇതിന്റെ ഇടയിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വേർഡ് കണ്ടോ? ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവനെ രക്ഷിച്ചു. പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന കേട്ടു, ദൈവം അവനെ രക്ഷിച്ചു. പക്ഷെ പ്രാർത്ഥനയുടെയും രക്ഷപ്പെടലിന്റെയും നടുവിൽ പ്രവർത്തിച്ച ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ആൻ ഏഞ്ചലിക് ഹാൻഡ്സ്. പ്രൈസ് ഗോഡ്. എനിക്ക് നിനക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സേവനാത്മാക്കൾ. പ്രൈസ് ഗോഡ്. അതാ അതിന്റെ അടുത്ത വേർഡിൽ വായിക്കുന്ന, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദാറ്റ് മീൻസ് ഒരു എളിയവൻ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായി ദൂതനോട്, ദൂത, അവന്റെ വിഷയം എന്റെ അടുക്കൽ എത്തി. യു ആക്ട്, നീ പ്രവർത്തിക്ക്. അവന്റെ സകല കഷ്ടത എന്താണെന്ന് നീ നോക്ക്, അതിൽ നിന്ന് അവനെ അങ്ങ് വിടുവിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിന്റെ എന്റെ സേവനാത്മാക്കളായി നിൽക്കുന്ന ദൂതനോട് സ്വർഗീയ അറ്റൻഷൻ, സ്വർഗീയ ഡിക്ലറേഷൻ. അവന്റെ കഷ്ടതകൾ എന്തോ ഇന്ന് പകലിൽ അതിന് നീ പരിഹാരം കൽപ്പിക്കുക.
വചനം പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് അതിന്റെ കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരത്തില്ല. വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം പിടിച്ചുകൊണ്ട് അതിന്റെ കാര്യത്തിന്റെ പ്രാപ്തിയെ വരുത്തുവാൻ മൂവ് ചെയ്യുന്ന ദൂതന്മാർ. നീ ഇവിടെ പറയുന്നത്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുന്ന ഡിക്ലറേഷൻസ് അത് എടുത്തുകൊണ്ട് പോയി പ്രവൃത്തി തലത്തിൽ പ്രവർത്തിച്ച് അതിന് മറുപടി കൊണ്ടിരുന്ന ദൂതന്മാർ ദൈവം എനിക്കും നിനക്കും ചുറ്റും പാളയമിറക്കി വെച്ചിട്ടുണ്ട്. ജീസസ് നെയിം. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, വെറുതെ പ്രാർത്ഥിക്കുകയല്ല. ഇത് തിരിച്ചറിയണം. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തെ കണക്ട് ചെയ്യുന്ന എന്റെ പ്രാർത്ഥനയുടെ വിഷയത്തെ, എന്റെ ഡിക്ലറേഷനെ, എന്റെ പ്രൊഫസിയെ എങ്ങനെയാ പ്രവചിക്കുന്നത്? എന്തോ ഡിക്ലറേഷൻ, പ്രൈസ് ഗോഡ്. ഡിക്ലെയർ ചെയ്യുമ്പോൾ നീ അധമമായത് വിട്ട് നീ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ ആദരം എന്റെ ആദരം പോലെ ഇരിക്കും. നീ പറയുന്ന ഡിക്ലറേഷൻ ആ വേർഡ് കൊണ്ടുപോയി ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കരമുണ്ട്. ആ കരത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദാറ്റ് ഈസ് ആൻ ഏഞ്ചലിക്. That's one. അത് അങ്ങനെ ചെയ്യുന്നത് ഏഞ്ചലിക് ആണ്, ഏഞ്ചൽസ് ആണ്. പ്രൈസ് ഗോഡ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, ഒരു വിടുതൽ നടക്കുന്നത് നീ ഇന്ത്യയിൽ പോയിട്ടല്ല, നീ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ട്രാവൽ ചെയ്തതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രധാനമായി മൂന്ന് ഏഞ്ചൽസ് ഉണ്ട്. 3 ഏഞ്ചൽസ്. പ്രൈസ് ഗോഡ്. കേൾക്കാൻ താല്പര്യമുണ്ടോ? പ്രൈസ് ഗോഡ്. 3 ഏഞ്ചൽസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് വൺ. ദ ഫസ്റ്റ് വൺ മിഖായേലാണ്. മിഖായേൽ വാരിയർ. പുള്ളിയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ദ ഫസ്റ്റ് വൺ ഈസ് എ മിഖായേൽ. അദ്ദേഹമാണ് സേവനാത്മാവാണ്. He is there to vary. He is there to fight. എനിക്ക് വചനം പറയുന്നു, നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പോൾ നിനക്ക് ജഡത്തോടല്ല. പിന്നെ എവിടെ പോരാട്ടമുള്ള? വാഴ്ചകൾ, അധികാരങ്ങൾ. അവിടെ എന്തുവാ? നീ കയറി ആകാശത്തിട്ട് വെട്ടുവല്ല. നീ പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നത്, വെട്ടുന്നത് മിഖായേലാണ്. ഓ പ്രൈസ് ഗോഡ്. ഇവിടെ ഉണ്ടോ എല്ലാവരും? പ്രൈസ് ഗോഡ്. ജീസസ്. ഫസ്റ്റ് ഏഞ്ചലിന്റെ പേരാണ് മിഖായേൽ. ഈസ് എ വാരിയർ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വ്യക്തി. ദ സെക്കൻഡ് വൺ ഈസ് ഗബ്രിയേൽ. ഹി ഈസ് എ മെസ്സഞ്ചർ. ഈസ് എ മെസ്സഞ്ചർ. അവൻ ദൂതുവാഹിയാണ്. പറഞ്ഞേ, ദൂതുവാഹിയാണ്. അവനാണ് ദൈവത്തിന്റെ അരുളപ്പാട് നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നൽകുന്നത്. ദൈവത്തിന്റെ ആലോചന നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിച്ചു നൽകുന്ന ദൂതന്മാർ. ആ ദൂതവൃന്ദത്തിന്റെ ലീഡറാണ് ഗബ്രിയേൽ. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾക്ക് മിഖായേലിന്റെ പ്രവർത്തനത്തിന് ഞാൻ നിങ്ങൾക്ക് വേർഡിൽ നിന്നൊരു പ്രൂഫ് തരാം. ആമേൻ. പ്രൈസ് ഗോഡ്. യൂദയുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വേർഡ്. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വേർഡിൽ മോശയുടെ ശരീരത്തിനെതിരെ, ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. മോശയുടെ ശരീരത്തിനെതിരെ സാത്താൻ അവൻ അവകാശവാദം ഉന്നയിച്ചപ്പോൾ, അവൻ അവിടെ പറയുന്നൊരു വേർഡുണ്ട്, വായിച്ച മോളെ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. മിഖായേൽ അവിടെ മോശയുടെ ശരീരത്തിന് നേരെ പിശാച് വാദിച്ചപ്പോൾ അവന്റെ ശരീരത്തിന്റെ നേരെ വാദഗതി ഉന്നയിക്കാതിരിക്കാൻ അവന്റെ നേരെ ഫൈറ്റ് ചെയ്തു. ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞു. See, Michael here to fight for us. Praise God. Hallelujah. രണ്ടാമത്തെ ദൂതന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഗബ്രിയേൽ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗബ്രിയേലിനെ പറ്റി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പെട്ടെന്ന് എടുക്കണം, 19-20 വാക്യങ്ങൾ. ദൂതൻ അവനോട്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന
ഗബ്രിയേലാകുന്നു നിന്നോട് സംസാരിപ്പാൻ, ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഹീസ് എ മെസ്സഞ്ചർ. സക്കറിയാവേ, എലിസബത്തെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. പ്രൈസ് ഗോഡ്. അതിന് മിഖായേൽ അല്ല വരുന്നത്. നമുക്ക് എല്ലാം ഒരു അവിയൽ പരുവത്തിയിരിക്കുക. മിഖായേൽ വന്നാലും കൊള്ളാം, ഗബ്രിയേൽ വന്നാലും കൊള്ളാം, ആര് വന്നാലെന്താ പോയാലെന്താ, നമ്മുടെ കാര്യം നടക്കണം. പക്ഷെ അറിയണം ഇതൊക്കെ, ഈ വചനത്തിൽ കിടക്കുന്ന ആരാ ഈ വരുന്നേ, ആരാ ഇത് ചെയ്തേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എലിസബത്തിനോട് സഖരിയാവിനോടും പറഞ്ഞു, ഗബ്രിയേൽ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഞാൻ ആ വേർഡിലേക്ക് കടക്കുന്നില്ല. അവൻ പറഞ്ഞു, ഏത് പ്രാർത്ഥന? ഞങ്ങൾ പ്രാർത്ഥന എന്നേ വിട്ടു. ഞങ്ങളിപ്പോൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ വിഷയമാണോ? അല്ലല്ലല്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ വിഷയത്തിന്. പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞത് വിശ്വസിക്കാതിരുന്ന ആമേൻ ഹാലിലെ സക്കറിയാവിന്റെ വായ അടഞ്ഞുപോയി. സി, മെസ്സഞ്ചറായി വന്നത് ദൂതന്റെ പേരാണ് ഗബ്രിയേൽ. പ്രൈസ് ഗോഡ്. ശത്രു നിന്നെയും എന്നെ പറ്റി ദൂഷണം പറയുമ്പോൾ എനിക്ക് നിനക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന സേവനാത്മാവിന്റെ പേരാണ് മിഖായേൽ. പ്രൈസ് ഗോഡ്. മൂന്നാമതൊരാളുണ്ട്. പുള്ളി ഇപ്പൊ സ്ഥാനത്തില്ല, പുള്ളി ഇപ്പൊ താഴെയാ. പുള്ളിയുടെ പേരാണ് ലൂസിഫർ. പുള്ളി, പ്രൈസ് ഗോഡ്, പുള്ളി മെസ്സഞ്ചറും അല്ല, പുള്ളി ഫൈറ്ററും അല്ല. പുള്ളി ദൈവത്തിന്റെ ആലയത്തിലെ 2 കെരൂബുകളാണ്. കെരൂബുകളുടെ ജോലി എന്താണെന്നറിയോ? ഓൾവേസ് ദെയർ ടു പ്രൈസ് ആൻഡ് വർഷിപ്പ്. സോ ലൂസിഫറിന്റെ ഗ്യാങ് എന്ന് പറയുന്നത്, ലൂസിഫറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വർഷിപ്പിംഗ് ആണ്. പ്രൈസ് ഗോഡ്. ആരാധിക്കുന്ന ദൂതഗണത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ലൂസിഫർ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അപ്പൊ പുള്ളിക്ക് വ്യക്തമായിട്ടറിയാം എവിടെ എന്ത് ചെയ്ത ആരാധന മുടങ്ങുമെന്ന്. അറിയോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഇന്നിവിടെ നമ്മുടെ വർഷിപ്പ് ടീമൊക്കെ ഇവിടെ നിന്ന് വർഷിപ്പ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിലെ പ്രധാന ദൂതൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ആ സ്ഥാനം സ്വർഗത്തിൽ അലങ്കരിച്ച ദൂതന്റെ പേരാണ് ലൂസിഫർ. ഇവിടെ വർഷിപ്പിന് നിന്നവരോട് ചോദിച്ചാൽ അറിയാം ഇവരെങ്ങനെ ഇത് ഒപ്പിച്ചു കൂട്ടിയെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എവിടെ അവരുടെ സ്ട്രോങ്, എവിടെ അവരുടെ വീക്ക്, എവിടെയാണ് അവര് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ക്രമീകരിച്ച് ഇതൊരു ബ്യൂട്ടിഫുൾ ആക്കി തീർത്തത് അവർക്കറിയാം, ആ ടീമിലുള്ളവർക്കറിയാം. കാരണം അവർ ആ ടീമിൽ നിന്ന് ഡെലിവർ ചെയ്തതാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റിൽ വർക്ക് ചെയ്ത ലൂസിഫറിന് അറിയോ ഇതിനെപ്പറ്റി? അറിയോ? ഈ വർഷിപ്പിൽ എന്നാ, വർഷിപ്പ് ലീഡേഴ്സിന് എന്താ ഇത്ര പോരാട്ടം? പ്രൈസ് ഗോഡ്. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർക്ക് എന്താ ഇത്ര പോരാട്ടം? നമ്മള് പള്ളി തുടങ്ങിയ നാളെ തൊട്ട് തുടങ്ങിയ പോരാട്ടമാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എന്താ നിനക്ക് ആരാധനയ്ക്ക് വരാൻ ഇത്ര പോരാട്ടം? മീഖായേൽ തടഞ്ഞതൊന്നുമല്ല, ഗബ്രിയേൽ തടുത്തതൊന്നുമല്ല. ഈ പരിപാടി നിന്ന അതിശക്തനായിരിക്കുന്ന ആൾക്കറിയാം എങ്ങനെ നിന്നെ വഴി ബ്ലോക്ക് ചെയ്യണമെന്ന്. പ്രൈസ് ഗോഡ്. പുള്ളി ഈ പണി നടന്ന ആളാ. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഈ വേർഡ് നോട്ട് ചെയ്യുന്ന പിള്ളേരുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വേർഡ്, അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ വെട്ടേറ്റു താഴെ വീണു എന്നിട്ട് പറയുന്നുണ്ട്. അതിന്റെ 14 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 പെട്ടെന്ന് വായിച്ചോളാം മക്കളെ. 14 ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ആരാധിച്ച് ദൈവം ലൂസിഫറിന്റെ ആരാധനയിൽ മതിമറന്നു. നീ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ലൂസിഫറിന്റെ വർഷിപ്പിൽ എല്ലാ അറ്റ്മോസ്ഫിയർ ഇന്നതല്ലേ, ഇന്ന് പാട്ടല്ലേ ഉള്ളൂ, പ്രസംഗവും ഇല്ലല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പ്രസംഗം വേണ്ട, എനിക്ക് വർഷിപ്പ് മതി. പ്രൈസ് ഗോഡ്. നിന്റെ മീതെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാന്ന് നീ ഒന്ന് വ്യാഖ്യാനിക്കണം. ഈ വചനം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓർത്തോളണം, എന്തോ എവിടെയോ ഒരു അലൈൻമെന്റ് തെറ്റിക്കിടക്കുന്നതാണ്. കാരണം വചനവും ആരാധനയും പ്രാർത്ഥനയും, വചനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് മക്കളെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്, പ്രവചനവരം മാറിപ്പോകും, ഭാഷാവരം ചിലപ്പോൾ നിന്നുപോയി എന്ന് വരാം, പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാ. പ്രൈസ് ഗോഡ്. ആ വേർഡ് നോക്കിക്കേ മക്കളെ, വായിച്ചേ 14:14. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ആ, ഞാൻ അത്യുന്നതനോട് ഈ സമനാകും. ആരാധനയിൽ സാന്നിധ്യമൊക്കെ വെളിപ്പെടുന്ന കണ്ട്, ആരാധനയിൽ ഭയങ്കര അറ്റ്മോസ്ഫിയർ വെളിപ്പെടുന്ന കണ്ടപ്പോ മിഖായേലിന് തോന്നിയ ഒരു കാര്യം, ഇവിടെ നോക്കിക്കോ, ആരും വന്നല്ല, എല്ലാ ദൂതന്മാരും അറ്റൻഷനായി നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ലൂസിഫറിന് തോന്നിയ ഒരു കാര്യം, ഞാൻ ഇനി മേഘത്തിന്റെ മുകളിൽ, അതായത് ദൈവത്തിന്റെ മുകളിൽ അത്യുന്നതിന് ഞാൻ ഏതാണ്ട് സമനായി എന്നാ തോന്നുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിക്കുമ്പോഴേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കുമ്പോഴേ, പ്രൈസ് ഗോഡ്, പണ്ട് കാർന്നവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ തല മറന്ന് എണ്ണ തേക്കല്ലേടാ മോനെ. പ്രൈസ് ഗോഡ്. നീ അത് മനസ്സിലായില്ലേ, വേറെ വഴി വന്ന വഴി മറക്കല്ലേ മോനെ. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ലൂസിഫറിന് തോന്നിയ ഒരു കാര്യമുണ്ട്, ഞാൻ അത്യുന്നതിനോട് ഏതാണ്ടൊക്കെ സമനായി എന്നാ തോന്നുന്നേ എന്ന് അവൻ എവിടെ പറഞ്ഞു? കൂട്ട് നിൽക്കുന്ന മിഖായേലിനോടോ ഗബ്രിയേലിനോടോ പറഞ്ഞില്ല, തൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന മറ്റ് സേവനാത്മാക്കളോട് പറഞ്ഞില്ല, തൻ്റെ ഹൃദയത്തിൽ ഒന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അത് മതി. നീ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പറയുന്നത്, നിന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഉൾപ്പൂവുകളെയും അറിയുന്നൊരു ദൈവമുണ്ട്. എന്താ താഴെ പോകാൻ കാരണം? ഹൃദയത്തിലെ അവൻ്റെ ചിന്തയാ ലൂസിഫർ താഴെ വീഴാൻ കാരണം. പ്രൈസ് ഗോഡ്. മക്കളെ, നമ്മൾ അധികാരസ്ഥരെ ബഹുമാനിക്കണം. വചനം പറയുന്നു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങുവീൻ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ പുസ്തകത്തിൽ സാമുവേല് ശൗലിനെ അഭിഷേകം ചെയ്ത് വായിച്ചിട്ടുണ്ടല്ലേ? ദാവീദിനെ അഭിഷേകം ചെയ്ത് വായിച്ചിട്ടുണ്ടോ? ഈ അഭിഷേക തൈലം എവിടെ ഒഴിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? കയ്യിലാണോ? അരയിലാണോ? തോളിലാണോ? അഭിഷേക തൈലം തലയിലേ ഒഴിക്കത്തുള്ളൂ. തല. പ്രൈസ് ഗോഡ്. ദൈവം കൈമാറുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടേ ചെയ്യത്തുള്ളൂ. സിസ്റ്റമാറ്റിക്. സിസ്റ്റം ബ്രേക്ക് ചെയ്ത് ദൈവം ഒന്നും ചെയ്യത്തില്ല. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. തല അധികാരത്തെ കാണിക്കുന്നതാണ്. തലയിൽ ഒഴിക്കുന്ന എണ്ണ, അത് വചനം ഇങ്ങനെ പറയുന്ന അഹറോന്റെ താടിയിൽ നിന്ന് അത് താഴത്തേക്ക് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പലിലേക്ക് ഒഴുകുന്നതാണ്. ഈ തലയിൽ ഒഴിച്ചാൽ ബ്രദറെ അത് എല്ലായിടത്തേക്കും ഒഴുകും. ഇത് കയ്യിൽ ഒഴിച്ചാൽ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇത് കാലിൽ ഒഴിച്ചാൽ കാലിൽ മാത്രമേ ഉള്ളൂ. ഇത് അരയിൽ ഒഴിച്ചാൽ അരയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് സൈഡ് വഴി പിടിക്കേണ്ട സാധനമല്ല. ഇത് മേളീന്നേ ഒഴുകത്തുള്ളൂ. ഇത് തലേ കൂടെ, നിന്റെ താടി രോമങ്ങളിലൂടെ, നിന്റെ വസ്ത്രത്തിലൂടെ, നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പലിലേക്ക് ഒഴുകുന്നതാണ് അഭിഷേകം. ഹല്ലേലൂയ. നീ സിസ്റ്റം ബ്രേക്ക് ചെയ്താലും ദൈവം സിസ്റ്റം ബ്രേക്ക് ചെയ്യത്തില്ല. ഹല്ലേലൂയ. നീ സിസ്റ്റം ബ്രേക്ക് ചെയ്താലും ദൈവം സിസ്റ്റം ബ്രേക്ക് ചെയ്യത്തില്ല. ഇത് മേലിൽ നിന്ന് വരുന്നതാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉറവയും താഴെ നിന്ന് മേളിയിട്ട് ഒഴുകിയിട്ടില്ല. ഒഴുകിയതെല്ലാം മേളിൽ നിന്ന് താഴത്തേക്കേ ഒഴുകിയിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. ഇവിടെ എല്ലാവരും ഉണ്ടോ? പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. 3 ദൂതന്മാർ. മടുത്തോ എല്ലാവരും? ഇതറിയണോ? പ്രൈസ് ഗോഡ്. ഞാൻ ദൂതന്മാരുടെ പേര് മാത്രമേ പറഞ്ഞോളൂ. മീഖായേൽ ആരാ? പറ ആരാ? വാരിയർ. ഗബ്രിയേൽ മെസ്സഞ്ചർ. ലൂസിഫർ ആരായിരുന്നു? വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു.
എത്ര ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ സിംഹാസനം വെക്കണമെന്ന് ചിന്തിക്കുന്നത് ലൂസിഫറിൻ്റെ തോട്ടാണ്. ക്രമം തെറ്റിക്കുന്നത്, സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളണം, ലൂസിഫറിൻ്റെ ഇൻഫ്ലുവൻസാ. ദാറ്റ് ഈസ് നോട്ട് എ ഗോഡ്ലി വൺ. ഹലോ ജീസസ്, ഹലോ. സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നത് പുള്ളിയാ. പുള്ളി സിസ്റ്റം ബ്രേക്ക് ചെയ്ത ആളാ. പ്രൈസ് ഗോഡ്. വീട്ടിലെ സിസ്റ്റം, ജോലിയിലെ സിസ്റ്റം, സഭയിലെ സിസ്റ്റം, വചനം പറയുന്ന എല്ലാ ചന്തവും ഉചിതവും ക്രമവുമായി നടക്കണം. വായിച്ചിട്ടുണ്ടോ ആ വേർഡ്? ചന്തമായി, ഉചിതമായി, ക്രമമായി. ക്രമം തെറ്റുന്ന പരിപാടി ഏത് പുള്ളിയുടെയാണെന്ന് ഓർത്തോളണം. പ്രൈസ് ഗോഡ്. എവിടെയാണെങ്കിലും, വീട്ടിലാണെങ്കിലും. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമല്ലേ? എവിടെയാ ക്രമം തെറ്റിക്കുന്നേ? വചനത്തിൽ ക്രമമുണ്ട്, സഭയെ ക്രമമുണ്ട്, സഭയെ ക്രമമുണ്ട്. സഭയിൽ ആദ്യം അപ്പോസ്തോലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്. ക്രമമുണ്ടോ? ക്രമമുണ്ട്. അപ്പോസ്തോലന്മാരിൽ ആരാ വലിയവൻ? ഒന്നാമൻ പത്രോസ്. അപ്പൊ ഒന്നാമനുണ്ടോ? ഒന്നാമനുണ്ട്. ക്രമമുണ്ടോ? ക്രമമുണ്ടെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കൊന്ന് കാണാത്തോണ്ട, ക്രമമുണ്ട്, നമുക്കറിയാത്തോണ്ട എല്ലാത്തിനും. 3 ദൂതന്മാർ, മിഖായേൽ. ഓർത്തോളണം, ഇനി നിന്റെ പ്രാർത്ഥനയ്ക്ക് പിശാച് ഉണ്ടാക്കുമ്പോൾ നിനക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നത് മിഖായേലാണ്. നിനക്ക് വേണ്ട ദൂതുമായി വരുന്ന ദൂതുവാഹിനി ഗബ്രിയേലാണ്. നിന്നെ സ്പിരിച്വലി വീക്കറാക്കുന്നത്, നിന്നെ ഈ കൃപയിൽ നിന്ന് അകറ്റുന്നത് ലൂസിഫറിന്റെ ഇൻഫ്ലുവൻസ് ആണ്. പ്രൈസ് ഗോഡ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേർഡിൽ ഇങ്ങനെ വായിക്കുന്നു. വേഗത്തിൽ നമുക്ക് കടന്നു പോകണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേർഡ് വായിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പ്രൈസ് ഗോഡ്. ഈ കാറ്റ് വീശുന്നതൊക്കെ, കാറ്റിലൂടെയൊക്കെ ദൈവം മൂവ് ചെയ്യുന്നേ. ദൈവം സകലത്തെ മൂവ് ചെയ്യിപ്പിക്കുന്നതെന്നേ. നമ്മൾ പറയും കാറ്റ് വീശി മഴ പെയ്തു. മഴ, വലിയ കാറ്റ് വീശുമ്പോൾ നമ്മൾ പറയും മഴക്കോളുണ്ട്, മഴ ഇപ്പൊ പെയ്യും. ഇതൊക്കെ ദൈവമാണെന്നേ. സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണെന്നേ. ദൈവത്തിന്റെ ദൂതന്മാരോട് സകലത്തെയും കൽപ്പിച്ചാക്കി വെച്ചിരിക്കുകയാണെന്നേ. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നു വരാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴത്തേക്ക് വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ ആ 10-ാം അധ്യായം റെഫറൻസ് ചെയ്യാൻ എഴുതി വെച്ചാൽ മതി. അവിടെ മിഖായേലിന്റെ ഒരു പ്രസൻസ്, ഒരു മിഖായേലിന്റെ പ്രസൻസ് അവിടെ കാണാൻ സാധിക്കും. മിഖായേലും ഉണ്ട്, ഗബ്രിയേലിന്റെ പ്രസൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആമേൻ. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, 21 ദിവസം ഉപവസിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് കേട്ട ഒരു ദർശന നിമിത്തം, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിൽ നിന്ന് കേട്ട ഒരു ദർശന നിമിത്തം ആമേൻ ദാനിയേൽ, ആമേൻ ഹല്ലേലൂയ, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. അവന്റെ 1-ാം ദിവസം തന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഗബ്രിയേലിനെ സെൻഡ് ചെയ്തു. പക്ഷെ അതിന്റെ 1-ാം വേർഡിൽ ഇങ്ങനെ വായിക്കുന്നു, പാഴ്സി പ്രഭു അതിനെ തടഞ്ഞു. പ്രൈസ് ഗോഡ്. 1-ാം ദിവസം തന്നെ ദാനിയേലിന് മറുപടിയുമായി ഗബ്രിയേൽ പുറപ്പെട്ടു. പക്ഷെ ദേശത്തിന്റെ പോരായിരിക്കുന്ന പാഴ്സി പ്രഭു അതിനെ തടുത്തു. നിങ്ങൾ ആ 10-ാം അധ്യായം മുഴുവൻ വായിക്കണം. പ്രൈസ് ഗോഡ്. അതിന്റെ 13-ാമത്തെ വേർഡ്, ആമേൻ ഹല്ലേലൂയ, അതിന്റെ 12-ാമത്തെ വേർഡ് ഒന്ന് വായിക്കാമോ? അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്നെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് ദൂതനായിരിക്കുന്ന ഗബ്രിയേലിനെ സെൻഡ് ചെയ്തു. പക്ഷെ പാഴ്സി പ്രഭു അതിനെ തടഞ്ഞു. പ്രൈസ് ഗോഡ്. ഇന്ന് 21-ാമത്തെ ദിവസമാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗബ്രിയേലിനെ തടഞ്ഞപ്പോൾ അടുത്ത വാക്യങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. താഴത്തേക്ക് 13, 14, 15 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. ആമേൻ. ഗബ്രിയേലിനെ തടഞ്ഞപ്പോൾ ആമേൻ ദൈവം തന്റെ ദൂതനായിരിക്കുന്ന മിഖായേലിനെ അയച്ച് പാഴ്സി പ്രഭുവിനെ വെട്ടി. ഒരു ജോയിന്റ് വർക്ക് ഒരു അഭിഷിക്തന് വേണ്ടി ആത്മമണ്ഡലത്തിൽ നടന്നു.
ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. അപ്പൊ നിന്റെ പ്രാർത്ഥനയെ തടുക്കുവോ? അപ്പോ ഗബ്രിയേലിന് ചിലതിനെ വെട്ടാൻ അധികാരം ഇല്ല. അത് മിഖായേലിനെ ദൈവം കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. മിഖായേലിന് നിനക്ക് ദൂതുമായിട്ട് വരാൻ സാധിക്കത്തില്ല. അത് ഗബ്രിയേലിന്റെ ഡ്യൂട്ടിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ അറിയണം. പലതും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നുണ്ട്. പക്ഷെ പലതിനെ തടുക്കുന്ന ശക്തിയുണ്ട്. ഇന്ന് പകലിൽ തടുക്കുമ്പോൾ നീ പിറുവിറുക്കുമല്ല, തടുക്കുമ്പോൾ നീ വിഘടിക്കുമല്ല, തടുക്കുമ്പോൾ നീ മടുക്കുമല്ല. ആമേൻ ഹല്ലേലൂയ. നീ തിരിച്ചറിയണം. ആമേൻ ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, മിഖായേലേ, നിങ്ങൾ ഞങ്ങൾക്ക് നല്ല സേവനാത്മാക്കളാണ്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വന്ന ഗബ്രിയേലിനെ തടയുന്ന ഏതെങ്കിലും ദേശത്തിൻ്റെ പോരുണ്ടെങ്കിൽ, മിഖായേലേ, നീ അതിനെ വെട്ടുവാനിടയാകണം. നീ അതിനെ വെട്ടുവാനിടയാകണം. നീ അതിനെ വെട്ടുവാനിടയാകണം. ഇന്ന് പകലിൽ ദൈവമക്കളെ, ഈ പ്രൈസ് ഗോഡ്, രോഗം അറിഞ്ഞ ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. മർമ്മം അറിഞ്ഞ മർമ്മത്തടിക്കാൻ എളുപ്പമാണ്. വെറുതെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമല്ല. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ അറിയോ? ആത്മാവിൽ നമ്മൾ പിടിക്കുമ്പോൾ, ഈ അന്യഭാഷയെ നമ്മൾ പിടിക്കുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് മിഖായേലാണോ ഗബ്രിയേലാണോ ആരാ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ആത്മാവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയുന്നില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ അത് ചിലപ്പോൾ നീ പറയുന്നത് മിഖായേലിനോടുള്ള കമാൻഡിങ് ഓർഡർ ആയിരിക്കാം. ഹൂ നോസ്? മിഖായേലിനോട്, ഗബ്രിയേലിനോടുള്ള കമാൻഡിങ് ഓർഡർ ആയിരിക്കാം. ഹൂ നോസ്? പ്രൈസ് ഗോഡ്. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആത്മാവിൽ ചിലതിനെ പിടിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു 3 പേർ, ഗബ്രിയേൽ, മിഖായേൽ. ലൂസിഫറിനെ വിട്ടേട്ട് പുള്ളി വെട്ടേറ്റ് താഴെ വീണു. ഞാൻ പറഞ്ഞു ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ഗബ്രിയേൽ വന്നു. അതിനെ പാഴ്സി പ്രഭു തടഞ്ഞു. മിഖായേലിനെ അഴിച്ച് ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ ഒരു വേർഡിലേക്ക് ഞാൻ കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് വളരെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമാണോ? ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണോ? പ്രൈസ് ഗോഡ്. ആമേൻ ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വേർഡ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. 20-ാമത്തെ വേർഡ്. ഇസ്രായേലിനോട് പറയാണ്, ഇതെല്ലാവരും ശ്രദ്ധിക്കണേ. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. മോശയെ കൂടാതെ, അഹരോനെ കൂടാതെ ഇസ്രായേലിനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് മുൻപേ ഒരു ദൂതനെ സെൻഡ് ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളെല്ലാവരും ഇസ്രായേലാണ്. നമ്മളെല്ലാം വാഗ്ദത്ത ജനമാണ്. എത്ര പേർക്ക് അത് തിരിച്ചറിവുണ്ട്? നമുക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും. നമ്മൾ പറയാം, അത് ദാനിയേലിനല്ലേ, അത് ഗബ്രിയേലല്ലേ, ഇത് മിഖായേലല്ലേ. പക്ഷെ ഇത് ശ്രദ്ധിച്ചോ, എല്ലാം മറന്നുപോയാലും ഇത് പിടിച്ചോളണം ഇന്ന്. പ്രൈസ് ഗോഡ്. ഇതാ നിന്റെ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ദൈവം തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനോട് പറയാം. നമ്മൾ പറയുന്നത് ഇസ്രായേൽ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയെന്ന്. അങ്ങനെയൊന്നും അല്ല മക്കളെ. വ്യക്തമായ പ്ലാനാ, സിസ്റ്റമാറ്റിക് ആയിട്ടാ ദൈവം തന്റെ ജനത്തെ നടത്തിയേ. നോക്കിയേ, കൊണ്ടുപോകേണ്ടതിന്. അപ്പോ ദൂതൻ അറിയാം ഏത് കൊണ്ടുപോകേണ്ട സ്ഥലം ഏതാന്ന് ദൂതൻ അറിയാമോ? അറിയാം. നമുക്കറിയത്തില്ല, പക്ഷെ ദൈവം പറഞ്ഞയച്ച ദൂതൻ അറിയാം. പ്രൈസ് ഗോഡ്. നമ്മുടെ ജോലി എന്താ? ദൂതന്റെ പുറകെ പോവുക എന്നുള്ളതാ. അത് ചിലപ്പോ ഗബ്രിയേലായി വരാം, ചിലപ്പോ മിഖായേലായി വരാം. എനിവേ, നിന്റെ മുമ്പിൽ ദൂതനുണ്ട്. നിന്നോട് സംസാരിക്കേണ്ട സമയത്ത് മിഖായേൽ മാറി ഗബ്രിയേൽ വരും. ഗബ്രിയേൽ നിന്നോട് പറയും, ഡോണ്ട് ഡു ദാറ്റ്, ഗോ ത്രൂ ദിസ് വേ. നിനക്കൊരു യുദ്ധം നേരിടുമ്പോൾ ഗബ്രിയേൽ മാറും, മിഖായേൽ വരും. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
സൈനികളുടെ ദൈവമായ യഹോവ ഇസ്രായേലിന്റെ പക്ഷത്തുണ്ട്, നമുക്കവരെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? മിഖായേൽ ഡീൽ ചെയ്യോ വിഷയത്തെ. ഞാൻ അതിന് തെളിവ് തരാം. നിങ്ങൾ അടുത്ത വേർഡ് വായിച്ചേ, 21. മക്കളെ വായിക്കേ. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. ദൂതന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ദൂതൻ നമ്മുടെ വഴിക്ക് പോരാൻ നിൽക്കുന്ന ആളല്ല. നമ്മൾ ദൂതന്റെ വഴിക്ക് പോകണം. കാരണം ദൂതനെ വഴി അറിയത്തുള്ളൂ. ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ. ആമേൻ. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അടുത്ത വേർഡ് പറയാ, നീ അവനോട് വിഘടിക്കരുത്. നീ അവനോട് തല്ലുപിടിക്കാൻ പോകരുത്. അവനെ പ്രൊവോക്ക് ചെയ്യരുത്. പ്രൈസ് ഗോഡ്. ചെയ്താലോ ദൂതം പോവും. പ്രൈസ് ഗോഡ്. എന്ത് ഈ കറങ്ങി നടക്കണമെന്നറിയോ? ഇസ്രായേൽ 40 വർഷം മരുഭൂമിയിൽ കറങ്ങി നടന്നു എന്ന് വായിച്ചിട്ടുണ്ടോ? വായിച്ചവരുണ്ടോ? എന്താ കറങ്ങി നടന്നെന്നറിയോ? വഴിയറിയില്ല. എന്താ വഴി അറിയാത്ത? ദൈവം മുമ്പിലാക്കിയ ദൂതം പോയി. പ്രൈസ് ഗോഡ്. വചനം കേട്ടോ മക്കളെ? അവന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അവൻ സംസാരിക്കും അല്ലേ? അവനോട് നീ വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. അപ്പൊ പുള്ളിയുടെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എല്ലാ അഴുക്കിലും കൊണ്ടേ കൈവയ്ക്കും. പുള്ളി ഇത് ക്ഷമിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പുള്ളീനെ പുറത്തിരുന്ന് നമ്മൾ പറയുന്നത് പുറത്ത് നിന്നോ, ഞാൻ അകത്ത് പോയിട്ട് വരാന്ന് പറയത്തില്ലേ? നമ്മൾ പറയുന്ന പോലെ പുള്ളി പുറത്ത് നിൽക്കത്തില്ല. ഹലോ, നീ അകത്ത് കയറുമ്പോഴേ പുള്ളിയുടെ പാട്ടിന് പോയിട്ടുണ്ടാകും. ദൂതൻ ദൂതന്റെ പണിക്ക് പോവും. പ്രൈസ് ഗോഡ്. നീ ദൂതന്റെ വാക്ക് ശ്രദ്ധിച്ച് ദൂതനോട് വിഘടിക്കാതെ നീ അവന്റെ പിന്നാലെ നടന്നാൽ, പ്രൈസ് ഗോഡ്, അവൻ നിന്റെ അകൃത്യം ക്ഷമിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നീ ഡിസൊബീഡിയൻസ് കാണിച്ചാൽ അവൻ നിന്നോട് ക്ഷമിക്കത്തില്ല. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. എന്റെ നാമം അവനിലുണ്ട്. എന്റെ നാമത്തിൽ അവൻ നിൽക്കുന്നേ. എന്റെ നാമത്തിലാണ് നിൽക്കുന്നേ. ദൈവത്തിന് ഹിതമല്ലാത്ത ഇടത്ത് പോയി ചവിട്ടിയാൽ, കേറിയാൽ ദൂതൻ വഴിമാറും. ദൂതൻ വഴിമാറുമെന്ന് പറഞ്ഞാൽ ദൈവം വഴിമാറും. പ്രൈസ് ഗോഡ്. ദൈവം വഴിമാറിയാൽ വഴി അറിയില്ല. വഴി അറിയില്ല. അടുത്തത് 22. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ ഇനി ദൂതന്റെ കൂടെ നടന്നാൽ നിന്റെ മുമ്പിൽ ഒരു അമാലേക്കരോ ഒരു അമോന്യരോ ഒരു ദേശത്തിന്റെ ശക്തികളോ നിന്റെ നേരെ വരത്തില്ല. അത് ഗ്യാരണ്ടിയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മീതെ നമ്മുടെ അടുക്കൽ അയച്ച 2 ദൂതന്മാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ? ഉണ്ടോ? നമ്മളെ സേവിക്കാൻ അയച്ച നമ്മുടെ ദൂതന്മാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ? ദൂതൻ എവിടേക്കോ നമ്മളെ ഉപേക്ഷിച്ചതാണോ നമ്മൾ ഇന്ന് കറങ്ങി നടക്കുന്നേ? ഈ വചനം കേൾക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചോളണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ടാർഗറ്റ് തെറ്റി, ദൂതൻ പോയി, പാപം ചെയ്തപ്പോൾ, ദൈവവ്യവസ്ഥ തെറ്റിച്ചപ്പോൾ, വിഘടിച്ചപ്പോൾ, മർദ്ദലിച്ചപ്പോൾ, ഡിസൊബീഡിയൻസ് കാണിച്ചപ്പോൾ, ദൂതൻ ആ ഡിസൊബീഡിയൻസ് കാണിച്ചോടുത്ത് ദൂതൻ നിന്നു. നമ്മൾ ദൂതനെ മറികടന്നു പോയി. പ്രൈസ് ഗോഡ്. അടുത്തത് മോളെ വേഗത്തിൽ വായിച്ചേ. ദേവന്മാരെ. അടുത്തത് 24 കൂടി വേഗത്തിൽ വായിച്ചു. 24. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്, അവരുടെ പ്രവർത്തികളെ പോലെ പ്രവർത്തിക്കരുത്, അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം. തകർത്ത് കളയേണ്ട സാധനത്തെ പോയി നീ വണങ്ങി നിൽക്കരുത്. ദൂതൻ കൂടത്തില്ല വണങ്ങാൻ. ദൂതൻ കൂടത്തില്ല. ദൂതനെ ദൈവം അയച്ചതാ. ദൂതൻ മാറി നിൽക്കും. പിന്നെ ദൂതൻ നിന്റെ കൂടെ യാത്ര ചെയ്യത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 25 ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ നിന്റെ അടുത്തത് വായിച്ചത്. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഈ വെള്ളം കൂടി മുട്ടിക്കുന്ന കാര്യം എന്തുകൊണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഈ
ഈ വെള്ളം കൂടി മുട്ടുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? ഈ അപ്പത്തെയും വെള്ളത്തെ അനുഗ്രഹിക്കുന്ന ആരാ? ദൈവമാണ്. ഇത് നമുക്ക് സമയാസമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യാൻ ദൈവം കൽപ്പിച്ചാക്കിയ ആരാ? ദൂതനാ. എന്താ വെള്ളം കൂടി മുട്ടാൻ കാര്യം? അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെ അനുഗ്രഹം പോകാൻ കാര്യം എന്താ ജോണേ മോനെ? ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ ആദ്യം ഇതിനകത്താ ലോക്ക് വീഴുന്നേ. കണ്ടോ? അന്യ ദൈവത്തിലേക്കും അന്യ ആരാധനയിലേക്കും നമ്മൾ തിരിയുമ്പോൾ നിന്റെ അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെ, അതായത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ബ്ലെസ്സിങ്ങിലാണ് പിശാച് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം കിട്ടിയത് പ്രാർത്ഥിച്ചും ഉപവസിച്ചും നിലവിളിച്ചും ദൈവസന്നിധിയിൽ നിലമ്പാട് വീണും പിടിച്ചതാ. പിശാചിനറിയാം ഇത് പിടിക്കുമ്പോൾ അറിയാം അവൻ ദൈവത്തെ വിടുമെന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് പിടിക്കാൻ കാരണമായി തീർന്നത് പിശാചാണോ നമ്മളാണോ? നമ്മള് ദൂതനെ പിൻവലിച്ചതാ, നമ്മൾ വ്യവസ്ഥ വിട്ട് നടന്നതാ, നമ്മൾ ഡിസൊബീഡിയൻസ് കാണിച്ചതാ. ദൂതൻ ഉണ്ടായിരുന്നെങ്കിൽ, മിഖായേൽ മുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ അപ്പത്തെയോ നിന്റെ നന്മയോ നിന്റെ അനുഗ്രഹത്തെയോ നിന്റെ വഴിയോ ശത്രു തടുക്കാൻ വന്നപ്പോൾ അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താണ്ടേനെ. നമ്മുടെ എവിടത്തെയോ തെറ്റ് കാരണം, നമ്മുടെ എവിടത്തെയോ മിസ്റ്റേക്ക് കാരണം ദൂതൻ വഴിയിൽ വെച്ച് നിന്ന് കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കായി. പിശാച് നമ്മളെ കീഴ്പ്പെടുത്തി. എവിടെയോ നമ്മളുടെ വചനവിരുദ്ധമായി നമ്മുടെ പ്രവർത്തികൾ നമ്മളെ ഒറ്റക്കാക്കി മരുഭൂമിയിൽ വിട്ടേച്ചു പോകേണ്ട സാധ്യത വന്നു. നമ്മൾ മരുഭൂമിയിൽ കറങ്ങുവാനിടയായി. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ്, എന്താ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കുന്ന, മുന്നോട്ട് നീങ്ങാതെ വണ്ണം ദൈവം കൽപ്പിച്ചാക്കിയ ദൂതൻ എവിടെയോ വഴി മാറിയിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ ദൂതന്റെ സാന്നിധ്യത്തെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഗബ്രിയേലിന്റെ മീഖായേലിന്റെ പ്രൊട്ടക്ഷൻ എനിക്ക് നൽകണമേ, എനിക്ക് നൽകണമേ, എനിക്ക് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ ഒരു കാര്യം പറയാം, വേഗത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പറഞ്ഞു 3 ഏഞ്ചൽസ് ഉണ്ട്. അവരുടെ വർക്ക് എന്താന്ന് ഞാൻ പറഞ്ഞു. അവരെന്ത് ചെയ്താലാണ് നമ്മുടെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അവരെ ശക്തീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരെ മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. അവരെ ആമേൻ. ഞാൻ പറഞ്ഞു അവർക്ക് വർക്കില്ലെങ്കിൽ അവർ ഉറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. അവരെ ആമേൻ ശക്തീകരിക്കുന്ന ഒരു കാരണം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ അതിന്റെ 17-ാമത്തെ വേർഡ് വായിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദൂതനെ അറ്റൻഷൻ പിടിക്കാൻ, ദൂതൻ ശക്തിപ്പെടാൻ, ദൂതൻ ആമേൻ ആക്ടിവേറ്റ് ആകാൻ, ദൂതൻ നിന്റെ ലൈഫിൽ ആക്റ്റീവ് ആകാൻ. എത്ര പേര് ഇവിടെ കേൾക്കുന്നുണ്ട്? ദൂതൻ നിന്റെ ലൈഫിൽ മൂവ് ചെയ്യണമെങ്കിൽ അവൻ ആക്റ്റീവ് ആക്കുന്ന ഒരു സാധനമുണ്ട്, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നീ എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നോ അപ്പോഴെല്ലാം ദൂതൻ ആമേൻ എനർജറ്റിക്കാ. പ്രൈസ് ഗോഡ്. ഹി ഈസ് റെഡി ടു ആക്ട് ഫോർ യു. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്താ പലതും നിന്നെ ബീറ്റ് ചെയ്യുന്നതിന്റെ കാരണം? നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ കരുതുവാൻ കൽപ്പിച്ചാക്കി വന്നിരിക്കുന്ന ദൂതൻ ക്ഷീണിച്ചിരിക്കുക. He is not activated. പക്ഷെ നീ പ്രാർത്ഥിക്കുവാൻ, ഇടവിടാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നീ ആത്മാവിൽ റസ്ബേ റേഖേബേ ശാന്തേരെ മേനാദ റിഖാബ, നീ ആത്മാവിൽ ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൂതൻ ശക്തിപ്പെടുകയാണ്. ശറബാല സേബേ റഖാബ. ഒരു ഓഫീസർ വരുമ്പോൾ അവന്റെ സബോർഡിനേറ്റ്സ് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ആ ഓഫീസറിന്റെ പ്രസൻസ് ആ സബോർഡിനേറ്റ്സിനെ ജാഗരിപ്പിക്കുന്ന പോലെ നിന്റെ പ്രാർത്ഥന നിന്റെ അടുക്കൽ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതനെ ആക്ടിവേറ്റ് ചെയ്യും. ദൈവം പറഞ്ഞു, നീ സ്വർഗത്തിൽ കെട്ടിയാൽ, നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയപ്പെടും. നീ ഇവിടെ ഇരുന്ന് ഡീൽ ചെയ്യുന്നത് അങ്ങ് സ്വർഗത്തിൽ അപ്രൂവ് ചെയ്യുന്നത് ദൂതന്റെ സാന്നിധ്യമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും കൂടി ഞാൻ ഇതിനകത്ത് പറയുക മക്കളെ. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിന്റെ ദൂതൻ ക്ഷീണിക്കുക.
നിന്റെ ദൂതൻ ആമേൻ അവൻ പ്രാണത്യാഗത്തോളം നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യോ. പക്ഷേ നീ ആത്മാവിൽ പിടിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ആത്മാവിൽ ജാഗരിക്കാൻ തയ്യാറാണെങ്കിൽ, നീ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിന്റെ ദൂതൻ നിന്നെ ഏൽപ്പിച്ച ദൂതൻ അവൻ ശക്തിപ്പെടുകയാണ്. ഇന്ന് പകലിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. കാരണം അവൻ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. പ്രാർത്ഥനയുടെ ആരാധനയുടെ ഇടക്ക് നിന്ന് അവനെ ആക്ടിവേറ്റ് ആക്കുന്ന ഒരേ ഒരു അന്തരീക്ഷം ആരാധനയുടെ അന്തരീക്ഷമാണ്. അവൻ ആക്ടിവേറ്റ് ആക്കുന്ന ഒരേ ഒരു അന്തരീക്ഷം പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. ഇന്ന് പകലിൽ നല്ല സേവനാത്മാക്കളായിരിക്കുന്ന മിഖായേലിനെയും ഗബ്രിയേലിനെയും ശക്തീകരിക്കുന്നത് അവരെ ആക്ടിവേറ്റ് ആക്കുന്നത് എന്റെ നിന്റെ പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നീ ആരാധിച്ചില്ലെങ്കിൽ, നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നീ ദൈവത്തിന്റെ പ്രസൻസിൽ വന്നില്ലെങ്കിൽ, അത് ആലയത്തിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിന്റെ ദൂതനെ ബീറ്റ് ചെയ്യും. ദൂതനെ ബീറ്റ് ചെയ്താൽ, ദൂതനെ ബീറ്റ് ചെയ്യപ്പെട്ടാൽ, ദൂതൻ അശക്തനായി അൺആക്ടിവേറ്റഡ് ആയിരിക്കുന്നെങ്കിൽ ആര് നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും? ആര് നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും? ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുക ദൈവമക്കളെ. ഇന്ന് പകലിൽ ആത്മാവിൽ പിടിക്കുക. ഹല്ലേലൂയ. നിന്റെ ദൂതൻ ആക്ടിവേറ്റഡ് ആണെങ്കിൽ, നീ ആത്മാവിൽ ശക്തിയിരിക്കുന്നെങ്കിൽ, നിന്റെ മുമ്പിൽ വരുന്ന സകലത്തെ വെട്ടാൻ മിഖായേൽ റെഡിയാണ്. നിനക്ക് വേണ്ട ദൂത അയക്കുവാൻ ഗബ്രിയേൽ റെഡിയാണ്. അവൻ പാഴ്സി പ്രഭു തടുക്കട്ടെ, പാഴ്സി പ്രഭു തടുക്കട്ടെ. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി പാഴ്സി പ്രഭു തടുത്തു. പക്ഷെ മിഖായേലിനെ ദൈവം അയച്ചു അത് വെട്ടുവാൻ. ഇന്ന് പകലിൽ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ, എന്റെ മീതെ എനിക്ക് നൽകിയിരിക്കുന്ന ഈ പ്രിവിലേജിനായി, എനിക്ക് നൽകിയിരിക്കുന്ന ഈ പ്രിവിലേജിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ ജീസസ്, ജീസസ്. ദൂതനുണ്ടോ? ദൂതനുണ്ട്. ബിലയാം തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ശപിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, ഹല്ലേലൂയ, ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, ബാലാക്കിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, വഴിയിൽ ദൂതൻ വന്ന് നിന്നു. കഴുതയുടെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ അതിനകത്തേക്കൊന്നും കയറുന്നില്ല. 3 തവണ വന്ന് നിന്നു. ബ്ലോക്ക് ചെയ്തു. പ്രൈസ് ഗോഡ്. ദൂതനുണ്ടോ? ദൂതനുണ്ട്. ഇന്ന് പകലിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്നൊരു ദൂതനുണ്ട്. ഇത് തിരിച്ചറിയണമെന്ന്. എത്ര തെളിവുകൾ വേണം? എത്ര തെളിവുകൾ വേണം? ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര അടയാളങ്ങൾ വേണം? എനിക്ക് ഒത്തിരി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുണ്ട്. ഒത്തിരി വേർഡുകൾ എൻ്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ദൂതൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൂതന്റെ കരത്തിൽ ആമേൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മൾ അവിടെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ സംരക്ഷിക്കും. പ്രൈസ് ഗോഡ്. അശൂരിൽ ഒരു ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 പേരെ അവൻ വെട്ടിക്കളഞ്ഞു. പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് എണ്ണിക്കൊണ്ടിരിക്കുക നമുക്ക് ഇന്ന വിഷയങ്ങൾ. ഒറ്റ ദൂതന്റെ പ്രസൻസിൽ 1,85,000 പേരെ വെട്ടി. രാത്രി ഉറങ്ങി രാവിലെ നോക്കിയപ്പോൾ 1,85,000 പേര് വീണ് കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, 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 ആമേൻ, ഹല്ലേലൂയ, ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ? ആരാം രാജാവ് എലീശയെ പിടിക്കുവാൻ അയച്ചു അല്ലേ? ആരാം രാജാവിന്റെ സൈന്യഗ്രഹത്തിൽ പറയുന്ന ഇസ്രായേൽ രാജാവിന് ചോർത്തിക്കെടുക്കുന്ന ഒരു പ്രവാചകനുണ്ട് എലീശ. അവനെ പിടിക്കുവാൻ ആരാം സൈന്യത്തെ അയച്ചു. ഞാൻ അതുകൂടി പറഞ്ഞു നിർത്തുക മക്കളെ. ആരാം സൈന്യത്തെ അയച്ചു. ബാല്യക്കാരൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവരിയ്ക്കുന്ന മലയ്ക്ക് ചുറ്റും ആരാം സൈന്യം പാളയം ഇറങ്ങി. പക്ഷെ അവർ കയറി വരുന്നില്ല. എലീശ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഈ ബാല്യക്കാരന്റെ കണ്ണിനെ ഒന്ന് തുറക്കണേ. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടു അഗ്നിമയ തേരുകളുമായി ഊരി പിടിച്ച വാളുമായി ദൂതന്മാർ അവർ
അവർക്ക് ചുറ്റും കാവൽ നിൽക്കുന്നത്. ദൂതനുണ്ടോ? ദൂതനുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി നീ ഉറങ്ങുമ്പോഴും നിന്നെ സംരക്ഷിക്കുന്ന ദൂതൻ, നീ ഉറങ്ങുമ്പോഴും നിന്നെ സംരക്ഷിക്കുന്ന ദൂതൻ. ഇന്ന് ആ ദൂതനോട് വിഘടിക്കരുത്, വചനത്തോട് വിഘടിക്കരുത്, ദൈവിക പ്രവൃത്തിയോട് വിഘടിക്കരുത്. നിന്റെ ദൂതനെ നീ വഴിയിൽ ഉപേക്ഷിക്കരുത്. ഹോ ഹല്ലേലൂയ. എത്ര വിഷയം വേണം? പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങി. പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൂതൻ ആക്ടിവേറ്റ് ആയി. സഭ അറിഞ്ഞില്ല, പക്ഷെ ദൂതൻ ആക്ടിവേറ്റഡ് ആയി. ദൂതൻ കാരാഗ്രഹത്തിൽ ചെന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറയും, എന്നാ ബാ പോരെ. ഒന്നാം വാതിലും രണ്ടാം വാതിലും പട്ടണത്തിന്റെ വാതിൽ സ്വധാവേ. സഭ അവിടെ ഇരുന്ന് തീ ഇറക്കിയതാ. സഭ അവിടെ ഇരുന്ന് ദൂതനെ ആക്ടിവേറ്റഡ് ആക്കിയതാ. പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ ദൈവം മൂവ് ചെയ്തത്. ദൂതന്മാരുണ്ടോ? സേവനാത്മാക്കളായ ദൂതന്മാരുണ്ടോ? ഹല്ലേലൂയ. റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയർ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട് യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് ഓടി. നിങ്ങൾക്കറിയാവുന്ന വചനമാണ്. അവൾ അവിടെ ചെന്നപ്പോൾ ഒരുവൻ കല്ലുരുട്ടി മാറ്റി. ഒരുത്തൻ ആ കല്ലിന്റെ പുറത്തൊരു ദൂതൻ ഇരിക്കുന്ന കണ്ടു. അവൾ പിന്നീട് കുനിഞ്ഞ് അതിന്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ ഉടുത്തിരുന്ന വസ്ത്രം അവിടെ ചുരുട്ടി വെച്ച് അവന്റെ കാൽക്കലും അവന്റെ തലയ്ക്കയുടെയും വശത്ത് 2 ദൂതന്മാർ ഇരിക്കുന്നത് അവൾ കണ്ടു. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടോ ഈ വേർഡ്? അപ്പൊ യേശുവിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചു. അവൻ കണ്ണുനീർ വാർത്തു. അവൻ പ്രാർത്ഥിച്ചു. അവന്റെ വേർപ്പുകൾ രക്തത്തുള്ളികളായി. അവന്റെ ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു എന്നവിടെ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ 40 ദിവസങ്ങൾ അവൻ ഉപവസിച്ചു. അവന് വിശന്നു. പിശാച് അവനെ പരീക്ഷിച്ചു. ആ പരീക്ഷയ്ക്ക് ശേഷം ദൂതന്മാർ വന്നവനെ ശുശ്രൂഷിച്ചു. ദൂതന്മാരുണ്ടോ? പ്രാർത്ഥിക്കുന്ന ബ്രദറെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിനക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. ഇന്ന് പകൽ അവർ ശക്തിപ്പെടാൻ നീ പ്രാർത്ഥിച്ചാ മതി. നീ ദൈവകൃപയിൽ നിന്നാ മതി. അവൻ വഴി പറഞ്ഞു തരും. അവൻ നിന്റെ മുമ്പിൽ നടക്കും. അവനെ കീഴ്പ്പെടുത്തിയിട്ടല്ലാതെ നിന്നെ തൊടുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, അനർത്ഥ ദിവസത്തിൽ എന്നെ അവൻ തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. എന്നെ മറയ്ക്കുന്നൊരു ദൈവം, ദൂതൻ ഇറങ്ങി എന്നെ മറയ്ക്കും. എനിക്ക് നേരെ സൈന്യം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടത്തില്ല. അത് സൈന്യത്തെ ഭയമില്ലാത്തോണ്ടല്ല, അവൻ അറിയാം ഞാനൊരു കവറിങ്ങിലാ നിൽക്കുന്നേ. സഭ ഒരു കവറിങ്ങാ. ഇന്ന് പകൽ സഭയുടെ ഭാഗമായി നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, സഭ ഒരു കവറിങ്ങാ. ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ സഭയുടെ മീതെയുണ്ട്. സഭയുടെ കവറിങ്ങിൽ നിൽക്കുന്ന നീ കവാടാണ്. നീ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും. നീ ഓർക്കുന്നുണ്ട്, എന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ പോരായ്മ ഉണ്ടായിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല. പറ്റാത്ത എന്താണെന്നറിയോ? നീ സഭയുടെ അകത്തിരിക്കുന്നത് കൊണ്ടാ. പലരും നിന്നെ ജാഗരിക്കുന്നോണ്ടാ, പലരും നിന്നെ കവർ ചെയ്യുന്നോണ്ടാ. പക്ഷെ എപ്പോൾ നീ ഇതിൽ നിന്ന് വെളിയിൽ പോകുന്നു, അപ്പോൾ നീ തിരിച്ചറിയും എന്തായിരുന്നു ആ കവറിങ് എന്നുള്ളത്. എഴുന്നേക്കാമോ?